എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിന്റെ 106ാമത് സംഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനന്യ എം.എസ്. പിള്ളെ, സയൻസ് പീപ്പിളിന്റെ റിപ്രസെന്റേറ്റീവ് ആണ്. ഞാൻ 12th ക്ലാസ് കഴിഞ്ഞ ഒരു ഇന്നത്തെ ഈ ഇന്റർവ്യൂവിന്റെ മോഡറേറ്റർ ഞാനായിരിക്കും. ഈ ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർവ്യൂ കഴിഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അത് അപ്പോൾ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയമായ നാനോ തെറനോസ്റ്റിക്സ് ഫോർ ക്യാൻസർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്നതിനെ കുറിച്ച് ആദിത്യ സൽവി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് സംസാരിക്കാനായി. ആദിത്യ ജനിച്ചത് എറണാകുളം വരാപ്പുഴ എന്ന സ്ഥലത്താണ്. അവർ തന്റെ സ്കൂളിംഗ് നോർത്ത് പരവൂരിലെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ചെയ്തത്. അതിനുശേഷം മലയങ്കരയിലെ SNM കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദം നേടി. പിന്നീട് എറണാകുളത്തെ സെന്റ് തെരേസാസ് കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഇപ്പോൾ ക്യുസാറ്റിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ നാനോ മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസിൽ PhD സ്കോളറാണ്. ആദിത്യ ജേർണൽ ഓഫ് മെറ്റീരിയൽ കെമിസ്ട്രി സിയിൽ ഒരു ഇന്റർനാഷണൽ ജേർണൽ പബ്ലിക്കേഷൻ ഓഥർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ കോൺഫറൻസ് പ്രസന്റേഷനിൽ 4 അവാർഡ്സും നേടിയിട്ടുണ്ട്. 100ലേറെ മത്സരാർത്ഥികൾ പങ്കെടുത്ത 2024 കേരള സയൻസ് സ്ലാമിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സോ വെരി വാം വെൽക്കം ആദിത്യ. താങ്ക് യു. ഇൻവിറ്റേഷൻ നൽകിയ സയൻസ് പീപ്പിൾക്കും താങ്ക് യു. അപ്പോ നമുക്ക് ഏറ്റവും ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. എന്താണ് നാനോ തെറനോസ്റ്റിക്സ്? ക്യാൻസർ രോഗനിർണയത്തിനും ക്യാൻസർ ചികിത്സയ്ക്കുമായി എങ്ങനെയാണ് ഈ ഒരു രീതി ഉപയോഗപ്പെടുന്നത്? നാനോ തെറനോസ്റ്റിക്സ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്യാൻസറിനെ കുറിച്ച് ഞാനൊരു ചെറിയ ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്യാൻസർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ തന്നെ സെക്കൻഡ് ഡെഡ്ലി ഡിസീസ് ആണ്. ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള 2ാമത്തെ രോഗമാണ് ക്യാൻസർ പറയുന്നത്. അപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ബേസിക്കലി അറിയാം. നമ്മുടെ ശരീരത്തിലെ സെൽസ് അബ്നോർമൽ ആയിട്ട് അൺകൺട്രോളബിൾ ആയിട്ട് ഗ്രോ ആൻഡ് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയാം. അപ്പോ ക്യാൻസർ നമ്മൾ യൂഷ്വലി ഒരാളെ ഡിറ്റക്ട് ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ടും ക്യാൻസർ ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ ക്യാൻസറിൽ നിന്ന് ക്യൂർ നേടാനുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ലേറ്റ് സ്റ്റേജ് ഡിറ്റക്ഷൻ ആണ്. അതായത് സിംറ്റം കണ്ടു തുടങ്ങുമ്പോഴേക്കും ക്യാൻസർ ഒരു പ്രൈമറി സ്റ്റേജിലായിരിക്കില്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ക്രൂഷ്യൽ ആയിരിക്കും. അത് ഓവർകം ചെയ്യാന്ന് പറയുന്നതും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ മരണങ്ങളും ക്യാൻസർ കാരണം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ബേസിക്കലി ക്യാൻസറിന് ഇപ്പൊ നിലവിൽ കുറെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കുറെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഡയഗ്നോസിസ് നമുക്കറിയാം, ചില ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ സർജറി ഉണ്ട്. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആയിട്ടുള്ള ക്യാൻസർ ആണെങ്കിൽ സർജറി ഭയങ്കര ഉപകാരപ്രദമായിരിക്കില്ല. കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ അതിന് കുറെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ അതിന് സിസ്റ്റമിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസർ സെൽസിനെ കൊല്ലാനായിട്ട് ഇത്രയും സ്ട്രോങ്ങും പവർഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഡ്രഗ്സിനെ നമ്മുടെ ശരീരത്തിലേക്ക്, മെഡിസിൻസിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ സിസ്റ്റമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ഡ്രഗുകൾ നമ്മുടെ ശരീരത്തിൽ സിസ്റ്റമിക്, അതായത് കംപ്ലീറ്റ്ലി അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യും. അതുപോലെ തന്നെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്ന പല പല സെല്ലുകളെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് അവർ നശിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് കൂടുതലായിട്ടും ഈ ക്യാൻസർ തെറാപ്പി കൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഡിറ്റക്ഷൻ, ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, അതായത് സൈഡ് എഫക്ട്സ് കുറച്ചുകൊണ്ടുള്ള കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യുക എന്ന് പറയുന്നതാണ് ക്യാൻസർ ട്രീറ്റ്മെന്റിലെ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു വില്ലന്റെ മേജർ 2 ചലഞ്ചസ് പറയുന്നത്. അപ്പൊ ഈ ഒരു ചലഞ്ചസിന് ആൻസർ കണ്ടെത്തുക, നാനോ ടെക്നോളജിയിലൂടെ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് നാനോ തെറനോസ്റ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡ് ചെയ്യുന്നത്. അപ്പൊ തെറനോസ്റ്റിക്സ് എന്ന് പറയുന്ന ആക്ച്വലി ഈ ഒരു ടേം 2002 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ജോൺ ഫങ്കൗസർ പറയുന്ന ഒരു സയന്റിസ്റ്റ്. തെറനോസ്റ്റിക്സ് ആ പേര് തന്നെ ആക്ച്വലി 2 വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് വേർഡ് തെറാപ്പി ആൻഡ് ഡയഗ്നോസിസ്, തെറാപ്പി പ്ലസ് ഡയഗ്നോസ്റ്റിക്സ്. സോ ഈ 2 ടേംസ് ചേർന്നിട്ടാണ് തെറനോസ്റ്റിക്സ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരൊറ്റ സിസ്റ്റം കൊണ്ട് ഡയഗ്നോസിസും തെറാപ്പിയും എയിം ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് തെറനോസ്റ്റിക് സിസ്റ്റംസ്. ഇപ്പൊ നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാനോ തെറനോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത് ഏർലി ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോ
നമ്മൾ ഈ നാനോ തെറനോസ്റ്റിക്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ. അപ്പോ നമ്മള് നാനോ തെറനോസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ തന്നെ നാനോ എന്ന് പറയുന്ന ഒരു ടേം അതിലുണ്ടല്ലോ. അതായത് നാനോ മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നാനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് യൂഷ്വലി നമ്മൾ നേക്കഡ് ആയി വെച്ച് കാണുന്ന പാർട്ടിക്കിൾസിന് ഒരു പർട്ടിക്കുലർ സൈസ് ഉണ്ടാവും. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഒത്തിരി ഒത്തിരി ചെറുതായിട്ടുള്ളത്, ഒരു റെഫറൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ഹെയറിന്റെ വിത്തിന്റെ ഒരു ലാക്കില് ഒരു ടൈം അത്രയും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഈ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയാം. അപ്പൊ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ ഈ നാനോ തെറനോസ്റ്റിക്സിൽ യൂഷ്വലി യൂസ് ചെയ്യുക. പിന്നെ മെറ്റീരിയലിന്റെ റിക്വയർമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ബയോ കോമ്പാറ്റബിൾ ആയിരിക്കണം. നമ്മുടെ ഇപ്പോൾ ബയോളജിക്കൽ ആപ്ലിക്കേഷൻ ആണ്, നമ്മുടെ ബോഡിയിലേക്ക് കടത്തേണ്ട ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് ബയോ കോമ്പാറ്റബിൾ ആയിരിക്കണം. ബോഡിക്ക് വേറെ സൈഡ് ഇഫക്ട്സോ ടോക്സിക് ഇഫക്ട്സോ ഒന്നും ഉണ്ടാവരുത്. അതുപോലെ ഇതില് നാനോ തെറനോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു തെറാപ്യൂട്ടിക് ഏജന്റും വേണം, അതുപോലെ ഒരു ഡയഗ്നോസ്റ്റിക് ഏജന്റും വേണം. സോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഏതർ നമുക്ക് സെൽസിനെ ഇമേജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പാർട്ടിക്കിൾസ്, ക്യാൻസർ സെല്ലുകളെ ഇമേജിങ് പോസിബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ക്യാൻസർ സെൽസിനെ പർട്ടിക്കുലർ ആയിട്ട് പോയി ബൈൻഡ് ചെയ്യുന്ന എന്തെങ്കിലും നാനോ പാർട്ടിക്കിൾസ്, അതും അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഏജൻസ്. ഇപ്പൊ നമ്മൾ MRI CT ഒക്കെ എടുക്കുമല്ലോ, അപ്പൊ അതില് ഇത് ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്ന അതിന്റെ കോൺട്രാസ്റ്റ് കൂട്ടി കിട്ടുന്ന ചില മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡയഗ്നോസ്റ്റിക് പാർട്ടായിട്ട് യൂസ് ചെയ്യുക. തെറാപ്യൂട്ടിക് പാർട്ട് എന്ന് പറയുന്നത് ഏതർ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചില നാനോ മെറ്റീരിയൽസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽവർ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഫോട്ടോ തെർമൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ക്യാൻസർ സെൽസിനെ കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിറ്റക്ഷനും അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റും പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗോൾഡൻ നാനോ പാർട്ടിക്കിൾസ് നമ്മൾ ഈ റിസർച്ചിൽ ഇപ്പോൾ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ഉണ്ട്. ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രഗ് നമ്മൾ കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഇഫക്ട്സ് അതിനുണ്ടല്ലോ, അതായത് നമ്മുടെ നോർമൽ സെൽസിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് ഈ നോർമൽ സെൽസിനെ മാറ്റി നിർത്തി ക്യാൻസർ സെൽസിലേക്ക് മാത്രമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ആയിട്ടും ചില നാനോ പാർട്ടിക്കിൾസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് സിലിക്ക നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ ചില ഓർഗാനിക് നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്, ലൈക് ലിപ്പോസോംസ്. അതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഹൈബ്രിഡ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഓർഗാനിക് ഇൻഓർഗാനിക്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് എന്നൊക്കെ പറയും. ഒരു മെറ്റലും ഒരു ഓർഗാനിക് ലിഗാൻഡും ചേർന്നിട്ട് ഒരു കേജ് പോലെയൊക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡ്രഗിനെ ലോഡ് ചെയ്യാനും അവർക്ക് കൃത്യമായിട്ട് ഒരു ലിഗാൻഡ് ഒക്കെ വെച്ച് ബൈൻഡ് ചെയ്തിട്ട് ക്യാൻസർ സെൽസിനെ കൃത്യമായി പോയി ബൈൻഡ് ചെയ്യുന്ന ചില മോളിക്യൂൾസ് വെച്ച് അവരെ മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെ അവരെ പാകപ്പെടുത്താനും പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ഇൻഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ഹൈബ്രിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോ നമ്മളിപ്പം നാനോ തെറനോസ്റ്റിക്സിന് ഒരു നാനോ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, അപ്പൊ അതിനെക്കുറിച്ച് ഇച്ചിരി കൂടെ എലാബറേറ്റ് ചെയ്യാവോ? അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ ഡെവലപ്മെന്റ് അതിനെക്കുറിച്ചും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്യാമോ? ഓക്കെ. അപ്പോ ഞാൻ ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു നാനോ തെറനോസ്റ്റിക് സിസ്റ്റം ഡിസൈൻ ചെയ്യുക? അപ്പൊ അതിന് കുറെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. നേരത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നാനോ പാർട്ടിക്കിളിന്റെ സെലക്ഷൻ ആണ്. എന്ത് നാനോ പാർട്ടിക്കിൾ ആണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് നമ്മുടെ എയിം എന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പൊ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഏബിൾ ആയിരിക്കും. ഇപ്പൊ എലമെന്റ്സോ മോളിക്യൂൾസോ എന്തെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് കാണിക്കുന്ന ചില കോമ്പൗണ്ടുകൾ ഉണ്ട്. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടുകളും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു നാനോ തെറനോസ്റ്റിക് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ആണെങ്കിൽ, ഇപ്പൊ ഇമേജിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് കിട്ടുന്ന ചില മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോ ഇമേജിംഗ് ക്യാൻസർ സെൽസിനെ ഇമേജ് ചെയ്യുന്നത് ഫ്ലൂറസെൻസ് വഴി ഒക്കെ കാണണമെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള ചില മോളിക്യൂൾസ് ഒക്കെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതർ ഡ്രഗ് ഡെലിവറി, ഡ്രഗിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ചില പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഇപ്പോ ഗോൾഡ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോ തെർമൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റ് ആക്കി മാറ്റും. അപ്പോ ഈ
പാർട്ടിക്കിൾസ് നമ്മുടെ ക്യാൻസർ സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവർ അബ്സോർബ് ചെയ്യുന്ന ഒരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് അതിനെ ഹീറ്റാക്കി മാറ്റി ആ ഹീറ്റ് കൊണ്ട് ക്യാൻസർ സെൽസ് കില്ലാവുന്ന ഒരു മെത്തേഡാണ്. സോ അങ്ങനെ ഫോട്ടോ തെർമൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് എയിം എന്ന് വെച്ച് നമ്മൾ പാർട്ടിക്കിൾ സെലക്ഷൻ നടത്തും. പക്ഷെ പാർട്ടിക്കിൾ സെലക്ഷനിൽ വേറെ കുറെ ക്രൈറ്റീരിയാസും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവര് ബയോ കോമ്പാറ്റബിൾ ആയിരിക്കണം. നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി സെൽസിനോ നമ്മുടെ ടിഷ്യൂസിനോ ഒന്നും മറ്റൊരു തരത്തിലുള്ള ടോക്സിസിറ്റി ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതൊരു കൺസേൺ ആണ്. ഇപ്പൊ ഒരു നാനോ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ബിഗ്ഗർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ. നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറിയ മെറ്റീരിയൽ ആണ്. ഒരിക്കലും ആ ബൾക്ക് ഫോമിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല നാനോ പാർട്ടിക്കിൾ കാണിക്കുക. നാനോ സൈസിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ് ഡിഫർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാവണം. ഓരോ സൈസിലുള്ള നാനോ പാർട്ടിക്കിൾസ്, ഓരോ ഷേപ്സിലുള്ള നാനോ പാർട്ടിക്കിൾസിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ അതിന്റെ സൈസ്, ഷേപ്പ്, പിന്നെ ഇത് ഇതുപോലെ തന്നെ ടോക്സിസിറ്റി ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇവര് സ്റ്റേബിൾ ആയിരിക്കണം. നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടിക്കിൾസ് ആയിട്ടോ നമ്മുടെ ശരീരത്തിലുള്ള ബയോമോളിക്യൂൾസ് ആയിട്ടോ റിയാക്ഷൻസ് നടക്കാനോ ടോക്സിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാനോ പാടില്ല. അതടുത്ത കാര്യം. പിന്നെ അവരുടെ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇവർ ക്ലിയർ ഔട്ട് ചെയ്ത് പോകണം. അപ്പൊ അതിന് ഇവരുടെ സൈസ്, ഷേപ്പ്, അതുപോലെ തന്നെ ഇവര് റിറ്റൻഷൻ ടൈം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ എത്ര സമയം അവർ നിൽക്കും, ഇതൊക്കെ ഉള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു നാനോ പാർട്ടിക്കിളിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് നാനോ പാർട്ടിക്കിൾ സെലക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. രണ്ടാമത് ഇവരെങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നാനോ പാർട്ടിക്കിൾസ് ഒരിക്കലും നമ്മൾ സിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അതായത് ഇതിന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഈ സിന്തസിസ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ നമുക്ക് നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് കെമിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ട് രീതിയിൽ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കാം. ഒന്ന്, നമുക്കൊരു വലിയ സിസ്റ്റത്തിനെ സൈസ് കുറച്ച് നാനോ പാർട്ടിക്കിൾ ആക്കി മാറ്റാൻ പറ്റും. രണ്ട്, സൈസ് കുറഞ്ഞ ആറ്റോമിക് ലെവൽ അല്ലെങ്കിൽ മോളിക്കുലർ ലെവലിൽ നിൽക്കുന്ന പാർട്ടിക്കിൾസിന്റെ സൈസ് കൂട്ടി നമുക്ക് നാനോ പാർട്ടിക്കിൾ ആക്കി മാറ്റാം. അപ്പോൾ രണ്ട് രീതിയുണ്ട്. ആദ്യത്തേത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഒരു ബൾക്ക് മെറ്റീരിയലിന്റെ സൈസ് കുറച്ച് നാനോ പാർട്ടിക്കിൾ ആക്കി മാറ്റുന്നതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഒരു ചെറിയ ആറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലർ ലെവലിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് കൂട്ടി അവരെ ഗ്രോ ചെയ്ത് നാനോ പാർട്ടിക്കിൾ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയാം. അപ്പൊ ഈ രീതികളിൽ നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് കെമിക്കൽസ് വെച്ചിട്ട് ഇതിന്റെ സൈസ് നാനോ പാർട്ടിക്കിൾ ആക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ്, ലേസർ പോലുള്ള റേഡിയേഷൻസ് അല്ലെങ്കിൽ പ്ലാസ്മ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ സൈസ് നാനോ സൈസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം, ബേസിക് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ബൈ പ്രോഡക്ട്സ് ഈ നാനോ പാർട്ടിക്കിൾസിന്റെ കൂടെ തന്നെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. നാനോ ലെവലിലാണെങ്കിൽ പോലും അത് ബോഡിയിൽ വളരെയധികം ടോക്സിസിറ്റി ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് കെമിക്കൽ മെത്തേഡ്സ് പരമാവധി ഒരു ബയോളജിക്കൽ ആപ്ലിക്കേഷന് ചൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പൊ ലേസർ, പ്ലാസ്മ എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി നല്ല മെത്തേഡ്സ് ആണ്. നല്ല പ്രിസൈസ് ആയിട്ട് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യും. ബയോജനിക് ആയിട്ട് എങ്ങനെ നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഗ്രീൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേച്ചറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾ സിന്തസിസിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോക്സിക് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സും വളരെ കുറവായിരിക്കും. അതുപോലെ സിന്തസിസും കുറച്ചുകൂടെ നമുക്ക് ടോക്സിസിറ്റി കുറവായിരിക്കും, കോസ്റ്റ് ഇഫക്റ്റീവും ആയിരിക്കും. അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് ഡ്രഗ് ലോഡ് ചെയ്യുന്നുണ്ടോ, അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു മോഡലിലേക്ക് പരീക്ഷിക്കുകയല്ല ചെയ്യുക. നമ്മൾ ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഏത് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ആണോ നമ്മൾ അതിലേക്ക് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഡ്രഗ് എത്രമാത്രം ലോഡ് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്, എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും. ലോഡ് ചെയ്ത ഡ്രഗിനെ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര എഫിഷ്യന്റ് ആയിട്ട് എത്ര ടൈം എടുത്ത് ഇവർ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യും. നമുക്ക് പെട്ടെന്ന്, അതായത് രണ്ട് ടൈപ്പ് റിലീസുകൾ ഉണ്ട്, ഡ്രഗ് റിലീസ് ഉണ്ട്. ലോഡ് ചെയ്ത ഡ്രഗ് ബേസ്റ്റ് റിലീസും ചെയ്യാം,
സസ്റ്റെയിൻഡ് റിലീസും ചെയ്യാം. ബേസ്റ്റ് റിലീസ് എന്ന് വെച്ചാൽ നമ്മുടെ സെൽസിൽ എത്തിക്കഴിഞ്ഞ് ഉടനെ അത് ലോഡ് ചെയ്ത ഡ്രഗിനെ ഫുൾ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ്. സസ്റ്റെയിൻഡ് റിലീസ് എന്ന് വെച്ചാൽ പയ്യെ പയ്യെ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് ഡ്രഗിനെ റിലീസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു റിലീസ് മെക്കാനിസം എന്ന് പറയുന്നത് സസ്റ്റെയിൻഡ് റിലീസ് ആണ്. ഇത് ബേസ്റ്റ് റിലീസ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി അതിന് കുറവായിരിക്കും. പയ്യെ റിലീസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം പീരീഡ് നമുക്ക് ആ ഡ്രഗിന്റെ എഫക്ട് കിട്ടാനും അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാനും പറ്റും. പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, തെറാപ്യൂട്ടിക് സിസ്റ്റംസ്, അതായത് ചില നാനോ പാർട്ടിക്കിൾസ് ഡ്രഗ് ഡെലിവർ ചെയ്യാതെ ആസ് സച്ച് തെറാപ്യൂട്ടിക് സിസ്റ്റംസ് ആയിട്ട് ആക്ട് ചെയ്യും. ഗോൾഡ്, സിൽവർ നാനോ പാർട്ടിക്കിൾസ് ഒക്കെ പറഞ്ഞതുപോലെ. അപ്പൊ അവരുടെ ഫോട്ടോ തെർമൽ എഫിഷ്യൻസി, അതായത് ഇപ്പൊ ഫോട്ടോ തെർമൽ തെറാപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ അബ്സോർബ് ചെയ്ത ലൈറ്റിനെ എത്ര എഫിഷ്യന്റ് ആയിട്ട് അവർ ഹീറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്, എത്ര ടെമ്പറേച്ചർ ആണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്, ഈ ജനറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണോ, ഇതൊക്കെ ഉള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസൈനിലും അതിന്റെ ഡെവലപ്മെന്റിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇടയ്ക്ക് പറയുകയുണ്ടായി നാനോ സിസ്റ്റത്തിനെ കുറിച്ച്. അപ്പോ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറയാമോ? മറ്റുള്ളതിനേക്കാളും എങ്ങനെയാണ് ബെറ്റർ? അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാമോ? എങ്ങനെയാ ഹലോ, നാനോ സിലിക്ക ഗോൾഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോ അതിന്റെ പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് അത് മറ്റു സിസ്റ്റത്തിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളത്, അതിന്റെ ഫങ്ഷനിങ്, അതിനെ കുറിച്ച്? ഓക്കെ, അപ്പോ എന്റെ റിസർച്ച് ആക്ച്വലി ബേസ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് സിലിക്ക നാനോ സിസ്റ്റത്തിലാണ്. ആക്ച്വലി അതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ്, അതായത് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് പ്ലസ് സിലിക്ക. ഇതാണ് എന്റെ ആക്ച്വലി തെറനോസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഗ്രീൻ സിന്തസിസ് ആണ്. അതായത് കെമിക്കൽസ് ടോക്സിസിറ്റി കുറച്ചും അതുപോലെ തന്നെ കോസ്റ്റ് കൺസേണും വെച്ചിട്ടാണ് നമ്മൾ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ സിലിക്കൺ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബയോ വേസ്റ്റ് ആണ് ഉമ്മി എന്ന് പറയുന്നത്, റൈസിന്റെ ഹസ്ക്. അപ്പൊ ഈ റൈസിന്റെ ഹസ്കിൽ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, ആക്ച്വലി കുറെ കോമ്പൗണ്ടുകൾ ഉണ്ട്. അതിൽ അടങ്ങിയിട്ടുള്ള അതിലൊരു 20% ഓഫ് സിലിക്ക ഒക്കെ മാക്സിമം ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സിലിക്കയെ നമ്മൾ ആദ്യം ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് എന്റെ റിസർച്ചിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു സിന്തസിസ് പാർട്ട് മുതൽ ഞാൻ ഒരു കഥ പോലെ പറയുകയാണെങ്കിൽ റൈസ് ഹസ്ക്, അതിലുള്ള ബാക്കി മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ പയ്യെ എലിമിനേറ്റ് ചെയ്യും. അതിനൊക്കെ കുറെ പ്രോസസ്സുകൾ ഉണ്ട്. അതിലുള്ള സിലിക്കയെ നമ്മൾ ആദ്യം തന്നെ ഐസൊലേറ്റ് ചെയ്ത് നാനോ സിലിക്ക ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ നാനോ സിലിക്കയുടെ ഒരു അപ്പിയറൻസ് പറയാനാണെങ്കിൽ ഒരു ബോൾ പോലെ ആയിരിക്കാം, ഒരു വൈറ്റ് കളർ ബോൾ ഇമാജിൻ ചെയ്യുക. ഈ ബോളിന്റെ സർഫസിൽ നിറയെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ നമ്മൾ ആക്ച്വലി സിലിക്ക ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കും, അതിന്റെ മോർഫോളജി എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് മൈക്രോസ്കോപ്പിക് ഇമേജിംഗ് ഒക്കെ ചെയ്യും. നോർമൽ മൈക്രോസ്കോപ്പി അല്ല, നാനോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ മൈക്രോസ്കോപ്സിൽ ഇവർ വിസിബിൾ ആവില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്, കുറച്ചുകൂടെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള മൈക്രോസ്കോപ്സിലാണ് നമ്മൾ ഇതിന്റെ ഇമേജസ് നോക്കുക. അപ്പൊ ഇമേജസിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോൾ ഷേപ്പ് ആണ്, അതിൽ നിറയെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ പറയണേ. ഈ സിലിക്ക യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഗോൾഡിനെ ബോട്ടം അപ്പ് അപ്രോച്ച് വഴി ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിലിക്കയിൽ നിന്നും ഗോൾഡ് ഉണ്ടാവുന്നല്ല, ഗോൾഡിന്റെ ഒരു ക്ലോറൈഡ്, ഗോൾഡിന്റെ ഒരു സോൾട്ട് എടുക്കും നമ്മള്, ഗോൾഡ് ക്ലോറൈഡ്. അപ്പൊ അത് മോളിക്കുലർ ലെവലിലാണ് ഇരിക്കുന്നത്. അതിന് സിലിക്ക യൂസ് ചെയ്ത് സിലിക്കയുടെ സർഫസിൽ ഗ്രോ ചെയ്തെടുക്കും. അപ്പൊ അവിടെ വന്ന് ഗോൾഡിന്റെ മോളിക്യൂൾസിലുള്ള ഗോൾഡ് പാർട്ടിക്കിൾസ് വന്ന് അറ്റാച്ച് ചെയ്ത് അതൊരു നാനോ സൈസിലേക്ക് ഗ്രോ ചെയ്യാണ് ചെയ്യുന്നത്, ബോട്ടം അപ്പ് അപ്രോച്ച് വഴി. അപ്പൊ അത് ഫൈനലി ആഫ്റ്റർ ദ സിന്തസിസ് അത് എങ്ങനെ ഇരിക്കുക, ഒരു സിലിക്കയുടെ ബോൾ, അതിൽ നിറയെ ഹോൾസ്, അതിന്റെ സർഫസിൽ ഗോൾഡിന്റെ നാനോ പാർട്ടിക്കിൾസ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് നമ്മൾ കാണാം. അപ്പൊ ഈ ഒരു സിസ്റ്റം നമ്മൾ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ഓരോ ക്രൈറ്റീരിയാസ് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ സിലിക്ക ഓൾറെഡി FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നാനോ മെറ്റീരിയൽ ആണ് കേട്ടോ. ചില ഫോർമുലേഷൻസിലൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പൊ ഈ സിലിക്കയിൽ പോറുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സിലിക്ക നമ്മളൊരു ഡ്രഗ് ഡെലിവറി സിസ്റ്റം ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കീമോതെറാപ്യൂട്ടിക് ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്, ഡോക്സോറൂബിസിൻ എന്ന് പറയും. ഡോക്സിൻ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ഈ ഡോക്സിനെ നമ്മൾ സിലിക്കയുടെ പോഴ്സിലൂടെ സിലിക്കയുടെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കും.
അതിനെ ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഓൾറെഡി ഗോൾഡ് പുറത്തുണ്ട്. ഇനി ഈ ലോഡ് ചെയ്ത് ഓൾറെഡി പോറസ് ആയതുകൊണ്ട് തന്നെ ലോഡ് ചെയ്ത ഡ്രഗ് പുറത്തേക്ക് ലീക്ക് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. അപ്പൊ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് അത് ബയോ കോമ്പാറ്റബിൾ ആയിട്ട് തന്നെയുള്ള ഒരു പോളിമർ ആണ്. ആ പോളിമർ വെച്ച് ഇതിനെ ഫുൾ ആയിട്ട് കോട്ട് ചെയ്തെടുക്കും. സ്റ്റിൽ ഇതിന്റെ സൈസ് നാനോ തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സിലിക്കാ ബോൾ ഉണ്ട്, അതിന്റെ അകത്ത് നമ്മുടെ ഡ്രഗ് ഉണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കോമ്പിനറ്റോറിയൽ തെറാപ്പി ആണ് നമ്മൾ ഇത് വെച്ചിട്ട് എയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് സിലിക്കയുടെ ഉള്ളിൽ ഓൾറെഡി ഡ്രഗ് നിറച്ചിട്ടുണ്ട്, അതൊരു ഡെലിവറി സിസ്റ്റമായിട്ട് ഡ്രഗ് ഡെലിവറി സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ സിലിക്കയുടെ പുറത്ത് സർഫസിൽ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ നാനോ പാർട്ടിക്കിൾസിന് രണ്ട് പ്രത്യേകതകളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ഇമേജിങ് പോസിബിൾ ആണ്. ഗോൾഡിന് ആക്ച്വലി ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് CT-യിലും അതുപോലെ എക്സ്റേസിലും ഒക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ്. അപ്പൊ ഇവര് വൺസ് ക്യാൻസർ സെൽസിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അവർ കൃത്യമായി ക്യാൻസർ സെൽസിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവിടുന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. വൺസ് അവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ സെൽസും നോർമൽ സെൽസും തമ്മിൽ കുറെ ഡിഫറൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ നാനോ പാർട്ടിക്കിൾസ് ജനറലി എങ്ങനെയാണ് ക്യാൻസർ സെൽസിലേക്ക് എത്തുക എന്ന് വെച്ചാൽ രണ്ട് രീതിയാണുള്ളത്. ഒന്ന് പാസീവ് ടാർഗറ്റിംഗ്, രണ്ട് ആക്റ്റീവ് ടാർഗറ്റിംഗ്. പാസീവ് ടാർഗറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ക്യാൻസർ സെൽസും നോർമൽ സെൽസും ഡിഫറെന്റ് ആണ് അവരുടെ ബിഹേവിയറിൽ. ഒന്നാമത്തെ കാര്യം ലീക്കി വാസ്കുലേച്ചർ എന്ന് പറയും. ക്യാൻസർ സെൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ക്യാൻസർ സെൽസ് ഈസിലി ഗ്രോ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ബ്ലഡിനൊക്കെ, അതായത് ബ്ലഡിന്റെ റിക്വയർമെന്റും അതുപോലെ ന്യൂട്രിയൻസിന്റെ റിക്വയർമെന്റ് ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിലേക്കുള്ള ചെറിയ ബ്ലഡ് നാരോ വെസൽസിനൊക്കെ ചെറിയ ചെറിയ ലീക്കേജ് ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു സ്പേസിൽ കൂടി ആയിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസും നാനോ പാർട്ടിക്കിൾസും എൻ്റർ ചെയ്യുക. നോർമൽ സെൽസിന്റെ കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ടായിരിക്കും ഇരിക്കുക. അതിന്റെ അകത്തേക്ക് കയറാനായിട്ട് നാനോ പാർട്ടിക്കിൾസിന് പറ്റില്ല. അപ്പൊ ആ ഒരു സൈസും കൂടെ നമ്മൾ അതിന്റെ ഡിസൈൻ ഡെവലപ്മെന്റ് ടൈമിൽ നമ്മൾ എൻഷുർ ചെയ്യും. രണ്ടാമത്തെ കാര്യം ക്യാൻസർ സെൽസിന്റെ pH ആണ്. നോർമൽ സെൽസിന്റെ pH എന്ന് പറയുന്നത് ഒരു 7.4, നോർമൽ, ന്യൂട്രൽ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ ഒക്കെ ആയിരിക്കും. പക്ഷെ ക്യാൻസർ സെൽസ് ആക്റ്റീവ്ലി ഗ്രോയിങ്ങും ആക്റ്റീവ് മെറ്റബോളിസം നടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അസിഡിക് ആയിട്ടുള്ള മെറ്റബോളിക് ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്യാൻസർ സെൽസിന്റെ pH സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കും. ഇങ്ങനെ ഒരു അസിഡിക് ആയിട്ടുള്ള എൻവയൺമെന്റിൽ pH റെസ്പോൺസീവ് ആയിട്ട് റിലീസ് ആകുന്ന തരത്തിലാണ് ഈ നാനോ പാർട്ടിക്കിളിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു പോളിമർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോളിമർ ആസിഡില് സ്റ്റേബിൾ അല്ല, ആസിഡിൽ ഡിസോൾവ് ആയി പോകുന്ന ഒരു പോളിമർ ആണ്. സോ അപ്പൊ അതൊരു ക്യാൻസർ സെല്ലിന്റെ ആ ഒരു എൻവയൺമെന്റ്, ലോ pH എൻവയൺമെന്റിൽ എത്തുമ്പോഴായിരിക്കും ഇത് ഡിസോൾവ് ആയി പോവുക. ഡിസോൾവ് ആയി പോയി കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ ആക്ച്വലി ഫില്ല് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രഗ് പുറത്തേക്ക് റിലീസ് ആവും. അവിടുത്തെ കീമോതെറാപ്യൂട്ടിക് ആക്ഷൻ പെർഫോം ചെയ്യുകയും ചെയ്യും. ഈ ഡോക്സോറൂബിസിൻ ആക്ട് ചെയ്യുന്നത് ആക്ച്വലി ക്യാൻസർ സെൽസിന്റെ DNA റെപ്ലിക്കേഷനെ ഹിൻഡർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഗോൾഡൻ നാനോ പാർട്ടിക്കിൾസ് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിന് ഇമേജിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോ തെർമൽ തെറാപ്പി, ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്ന നിയർ ഇൻഫ്രാറെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് നമ്മൾ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ പറഞ്ഞതുപോലെ തന്നെ ഹീറ്റും ടോളറബിലിറ്റി ക്യാൻസർ സെൽസിന് നോർമൽ സെൽസിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ക്യാൻസർ സെൽസിനെ പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോട്ടോ മീൻസ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഫോട്ടോ തെർമൽ തെറാപ്പി. നമ്മൾ കീമോതെറാപ്പി കൂടെ കൊടുക്കുന്നുണ്ട്. സോ അപ്പൊ ഇതിനെ നമുക്കൊരു കോമ്പിനറ്റോറിയൽ തെറാപ്പി എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതുവരെ കേട്ടതിന് ശേഷം എന്തോ ഭയങ്കര ഇപ്പോഴുള്ള ഒത്തിരി നമുക്ക് ഇപ്പം ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് അല്ല. ടു സം എക്സ്റ്റെന്റ് അത് ക്യൂറബിൾ ആണ്. പക്ഷെ അതിന്റെ മെത്തേഡ് ഓഫ് ക്യൂറേഷൻ അത് ഭയങ്കര ശരീരത്തിന് തന്നെ നമുക്ക് ഭയങ്കര അഡ്വേഴ്സ് എഫക്ട്സ് ഉള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും ഡ്രോബാക്ക് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നാനോ തെറാനോസ്റ്റിക്സിനെ കുറിച്ച് കേട്ടപ്പം ദാറ്റ്സ് എ റേ ഓഫ് ലൈറ്റ്. എന്തോ ഒരു ഭയങ്കര പ്രോമിസിംഗ് ഒരു ഫീൽഡാണ്. അപ്പോ ഇതിന്റെ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ എവിടെ വരെയായി? നമുക്ക് എന്നത്തേക്ക് ഇത് വിപണിയിൽ പ്രതീക്ഷിക്കാം? അത് യെസ്, നാനോ തെറാനോസ്റ്റിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി
ടേം നമുക്കൊക്കെ പുതിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും 2002 ആ ഒരു തെരനോസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ കുറെ നാനോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കുറെ ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ട് നമുക്ക്. നാനോ പാർട്ടിക്കിൾസ് ഈ ഒരു ഫംഗ്ഷൻ എക്സിബിറ്റ് ചെയ്യുന്ന കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോ അതില് ഒന്ന് ആക്ച്വലി FDA അപ്രൂവ്ഡ് ആണ്, ലിപ്പോസോം ബേസ്ഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ഡോക്സിൽ എന്ന് പറയും. ഒവേറിയൻ ക്യാൻസറിനൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഞാൻ പറഞ്ഞ ഡോക്സോറൂബിസിൻ സെയിം കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് ലിപ്പോസോം നാനോ പാർട്ടിക്കിൾസിലാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. ലിപ്പോസോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെൽ മെംബ്രെയിനിലൊക്കെ ഉള്ള ലിപ്പിഡ് ബൈലെയർ വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാനോ പാർട്ടിക്കിൾ ആണ്. ഈ നാനോ പാർട്ടിക്കിളിന്റെ അകത്താണ് നമ്മൾ ഡോക്സ് ഫില്ല് ചെയ്തിട്ടുള്ളതും. അതാണ് ഈ ഡ്രഗ് ഡെലിവറി സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നാനോ മെഡിസിൻ ആണ് ഈ ഡോക്സിൽ പറയണേ. അതിപ്പോ ലിപ്പോസോംസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ FDA അപ്രൂവല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇൻഓർഗാനിക് ആൻഡ് ഹൈബ്രിഡ് നാനോ മെറ്റീരിയൽസിലേക്ക് വരുമ്പോൾ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ടോക്സിസിറ്റി. നമ്മൾ ഫസ്റ്റ് ഒരു നാനോ തെറനോസ്റ്റിക് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് ഇതിന്റെ ഡ്രഗ് ഡെലിവറി ഇതൊക്കെ നമുക്ക് സെല്ലുകളല്ലാതെ പോലും ലാബ് കണ്ടീഷൻസിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. വൺസ് അത് ട്രൈ ചെയ്തത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മളത് സെൽസിൽ ട്രൈ ചെയ്യും. നോർമൽ സെൽസിൽ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ക്യാൻസർ സെല്ലുകളിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യും. പിന്നെ നമ്മൾ ആ ഒരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്ത് നോക്കും എങ്ങനെയാണ് ബെറ്റർ ആയിട്ടാണോ ക്യാൻസർ സെൽസിൽ അത് എഫക്റ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ അതും അപ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആനിമൽ മോഡൽസിലേക്കൊക്കെ കടക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ലോണം സമയം എടുക്കും. ബട്ട് സ്റ്റിൽ സ്പിയോൺസ് എന്ന് പറഞ്ഞിട്ടൊരു തരം നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ് ആണ്. സൂപ്പർ പാരാമാഗ്നറ്റിക് അയൺ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്. അയണിന്റെ ഓക്സൈഡ് ആണ്. ഈ നാനോ പാർട്ടിക്കിൾസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു തെറപ്യൂട്ടിക് മെത്തേഡ് ആണ് മാഗ്നറ്റിക് ഹൈപ്പർ തെർമിയ. അതായത് ഇവരും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നാനോ പാർട്ടിക്കിൾസ് പോലെ നമ്മൾ ശരീരത്തിലേക്ക് കയറ്റുന്നു. അതിന് നമുക്കൊരു അവർക്ക് മാഗ്നറ്റിസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് ട്യൂമർ സൈറ്റിലേക്ക് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. വൺസ് അത് ട്യൂമർ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഹൈപ്പർ തെർമിയ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അവർ എക്സിബിറ്റ് ചെയ്യും. അതായത് അവരുടെ ടെമ്പറേച്ചർ കൂടും. ഈ ടെമ്പറേച്ചറിൽ നമുക്ക് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവര് MRI CTയിലൊക്കെ കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ MRI കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആയിട്ട് സ്പിയോൺസ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ തെറാപ്യൂട്ടിക് സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ സ്റ്റിൽ അവർ ക്ലിനിക്കൽ phase 1 phase 2 ട്രയൽസിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഗോൾഡൻ നാനോ പാർട്ടിക്കിൾസ് തന്നെ ഫോട്ടോ തെർമൽ തെറാപ്പി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഓറോ ലേസ് എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ phase 2 ട്രയൽസിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം കുറച്ച് സമയം എടുക്കും അത് വിപണിയിൽ വരാനായിട്ട്. തീർച്ചയായും. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ നല്ല വശങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ അറ്റ് ദ കറന്റ് സ്റ്റേജ് ഇതിന് വല്ല ചാലഞ്ചസ് ആൻഡ് കൺസേൺസ് ഉണ്ടോ ഇപ്പോഴത്തെ റിസർച്ചേഴ്സിന്? തീർച്ചയായിട്ടും ഉണ്ട്. ചലഞ്ചസും കൺസേൺസും ഒക്കെ നമ്മളിപ്പോ എന്തൊരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ളതുപോലെ നാനോ തെർനോസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഫീൽഡിലും കുറെ ചലഞ്ചസും കൺസേൺസും ഉണ്ട് നമുക്ക്. ഒന്നെന്ന് പറയുന്നത് ഇവരുടെ സ്റ്റെബിലിറ്റി ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബൾക്ക് ഫോമിന്റെ പ്രോപ്പർട്ടി വെച്ച് ഒരിക്കലും നമുക്ക് നാനോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നാനോ മെറ്റീരിയലിലേക്ക് വരുമ്പോഴേക്കും ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റെബിലിറ്റി നമ്മൾ ലാബ് കണ്ടീഷൻസിൽ സ്റ്റഡി ചെയ്യുമെങ്കിലും അതൊരു ഓർഗൻ സിസ്റ്റത്തിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ബിഹേവിയർ ചിലപ്പോൾ ഡിഫറെന്റ് ആവാം. ഇപ്പൊ നമ്മളൊരു സെൽസിൽ കിട്ടുന്ന അതേ സെയിം റിസൾട്ട് നമുക്ക് ഒരു ആനിമൽ മോഡലിലോ അല്ലെങ്കിൽ ആനിമൽ മോഡലിൽ കിട്ടുന്ന സെയിം റിസൾട്ട് നമുക്ക് ഒരു ഹ്യൂമൻ മോഡലിലോ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ എൻഷുർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഓരോ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതും ഒരു ഇഷ്യൂ ആണ്. ഇഷ്യൂ എന്നല്ല, നമുക്കത് ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയാലേ അത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവര് ഇതുപോലെ തന്നെ ടോക്സിസിറ്റീസും ചിലപ്പോൾ എക്സിബിറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഡോസേജ് കൃത്യമായിട്ട് എത്ര ഡോസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ
ഞാൻ പറഞ്ഞല്ലോ, വൺസ് അവരുടെ ഫങ്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ഔട്ട് ആവുന്നുണ്ടോ, അത് നമ്മുടെ ബോഡിയിൽ തന്നെ ഇത് നിൽക്കുന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അതൊക്കെ ഉള്ളത് ആക്ച്വലി നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട തന്നെ എക്സ്റ്റെൻസീവ് സ്റ്റഡി ആവശ്യമായിട്ടുള്ള തന്നെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയം അതിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം നാനോ തെറാനോസ്റ്റിക്സിനെ കുറിച്ച് എല്ലാവരും കേട്ട് കാണും. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ചാറ്റിലിട്ടാൽ ഞങ്ങൾ അത് വായിച്ച് ആദ്യത്തെ അതിന് ഉത്തരം തരുന്നതായിരിക്കും. ചാറ്റിലൊരു ചോദ്യം കാണുന്നുണ്ട്. ഡോക്ടർ കന സുരേഷിന്റെ ആണെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഗോൾഡ് ഹെവി മെറ്റൽ ആയതുകൊണ്ട് ടോക്സിക് ആണെന്ന്. ഓക്കെ, അപ്പോ ഗോൾഡിന്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഡോസേജും അതിന്റെ സൈസ് ഡിപ്പെൻഡന്റും ആണ്. നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവരെ, അതായത് ഇപ്പോ തെറനോസ്റ്റിക് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഗോൾഡ് നാനോ പാർട്ടിക്കിളിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം അതിന്റെ സൈസ് എന്ന് പറയുന്നതും അതിന്റെ ഡോസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാനോ പാർട്ടിക്കിൾ വളരെ നമ്മള് സെൽസിൽ ടെസ്റ്റ് ചെയ്ത് അത് ടോക്സിസിറ്റി ഇല്ലാത്തൊരു ലെവല് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു ഡോസേജിൽ തന്നെ ആയിരിക്കും നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പോഷർ നമ്മുടെ ബ്ലഡിലേക്ക് വരാതിരിക്കാനാണ് നമ്മൾ അതിനൊരു കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ സൈസ് ആക്ച്വലി ഒരു 5 നാനോമീറ്ററിലൊക്കെ ബിലോ ആണെങ്കിൽ റീനൽ ക്ലിയറൻസ് വഴി യൂറിനിലൂടെ അത് എലിമിനേറ്റ് ആയി പോവുകയാണ് ചെയ്യാറ്. പിന്നെ എന്തായാലും നമ്മൾ ടോക്സിസിറ്റി ഒരു ഓർഗൻ സിസ്റ്റത്തിലുള്ളത് സ്റ്റഡി ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി തന്നെ ആവശ്യമാണ്. പക്ഷെ ഗോൾഡ് ഓറോലേസ് എന്ന് പറഞ്ഞല്ലോ ഞാൻ, ഒരു ഗോൾഡിന്റെ ഒരു നാനോ കേജ് ആണത്. അപ്പൊ അതിന്റെ ഇപ്പൊ ഫേസ് 2 ട്രയൽസ് വരെ എത്തിയിട്ടുണ്ട്. അതായത് ആനിമൽ ട്രയൽസിലൊക്കെ അത് ഓക്കെ ആയിട്ട് അത് ഫേസ് 2 ട്രയൽസ് ക്ലിനിക്കൽ ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്. So it actually we have to wait. ഓക്കെ, മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ നല്ല ടോക്കായിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. വളരെ അപ്പോൾ ഈ അതായത് ഡയഗ്നോസ്റ്റിക് സ്റ്റേജിൽ ഇപ്പം അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും പക്ഷെ തെറാപ്പി സ്റ്റേജിൽ വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞേ? തെറാപ്പി സ്റ്റേജിൽ അത് ട്രയൽസിലാണ് നിൽക്കുന്നത്. ഈ മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് ഡോക്സിൽ എന്ന് പറഞ്ഞാൽ ലിപ്പോസോം നാനോ പാർട്ടിക്കിൾ ഞാൻ പറഞ്ഞല്ലോ, അത് FDA അപ്രൂവ്ഡ് തെറാപ്യൂട്ടിക് ഏജന്റ് തന്നെയാണ്. ഇത് ഇന്ത്യയിലെ അവസ്ഥയാണോ അല്ല ലോകത്തെല്ലായിടത്തും നാനോ തെറാനോസ്റ്റിക്സിന്റെ അവസ്ഥ ഇതാണോ? എല്ലായിടത്തും ആണ്. ഓറോലേസ് ഒക്കെ ആക്ച്വലി ഇന്ത്യയുടെ അല്ല, ഫോറിൻ തന്നെയാണ്. ഒരു ചെറിയ ചോദ്യമുണ്ട്, കേൾക്കാമോ? ഈ പറഞ്ഞല്ലോ ഈ സാധാരണ സെല്ലിനും ക്യാൻസർ സെല്ലിനും ഉള്ള ഒരു വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു, ഒന്ന് അതിനിടയ്ക്ക് വന്ന ബ്ലഡ് വെസൽസിൽ ലീക്ക് ഉണ്ടാവും എന്നുള്ളത്, പിന്നെ രണ്ട് അതിലെ ഹീറ്റ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി കുറവായിരിക്കും ഈ. അപ്പൊ ആ ഇത് വെച്ച് ഹീറ്റ് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഈ അത് വെച്ച് തന്നെ ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാൻ പറ്റുന്ന വേറെ മെത്തഡോളജികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം? എനിക്കറിയില്ല, ഞാനോ സംബന്ധിച്ചല്ല ചോദിക്കുന്നത്, ഇൻ ജനറൽ. ഇല്ല, നമ്മൾ ഈ പാർട്ടിക്കിൾ ബേസ്ഡ് തന്നെയാണ്. അതായത് ആ ഹീറ്റ് മാത്രമല്ല, നമ്മളൊരു കോമ്പിനറ്റോറിയൽ തെറാപ്പി ആവുമ്പോഴാണ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ക്യാൻസർ സെൽസിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മളൊരു തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ഒരു ഡ്രഗ് കൂടെ അതിന്റെ കൂടെ കൊടുക്കുന്നത്. അപ്പൊ അത് ക്യാരി ചെയ്യുന്ന ഒരു കാരിയർ ഈ ഒരു ഫംഗ്ഷനും കൂടെ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പിനറ്റോറിയൽ ഇഫക്റ്റ് കിട്ടും. അത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യും എന്നുള്ളതാണ്. Okay, thank you. Actually, the presentation was really good, very clear. Thank you. ഇപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യമേ, അത് ഗോൾഡ് ഹെവി മെറ്റൽ ആയതുകൊണ്ട് ടോക്സിക് ആയിരിക്കും, അങ്ങനെയാണോ അതിന്റെ അവസ്ഥ? ഹെവി മെറ്റൽ, അതായത് ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ആക്ച്വലി. അപ്പോ അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോസേജ് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ തന്നെ അത് എത്ര ടൈം റിറ്റൻഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് വേഗം റീനൽ ക്ലിയറൻസ് നടത്താനും അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബോഡി സിസ്റ്റംസ് ആയിട്ട് എക്സ്പോസ്ഡ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റിൽ അത് മാക്സിമം ട്രൈ ചെയ്യും.
പിന്നെ ക്യാൻസർ സെൽസിലേക്ക് പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു നമ്മുടെ കാരിയറോ തെറനോസ്റ്റിക് ഏജന്റോ കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് പോയി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബയോമാർക്കർ ബേസ്ഡ് ലിഗാൻസ് ഒക്കെ, അതായത് നമ്മുടെ ക്യാൻസർ സെല്ലുകൾക്ക് നോർമൽ സെൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ബയോമാർക്കർ ബേസ്ഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ക്യാൻസർ സെൽസിൽ ചില മാർക്കറുകളുടെ ക്വാണ്ടിറ്റി, അവരെ എക്സ്പ്രഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതിന് ആക്ച്വലി ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള തെറാപ്പീസും ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് അവൈലബിൾ ആണെന്നല്ല, അതിലും റിസർച്ച് നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ബയോമാർക്കർ ക്യാൻസർ സെല്ലുകളിൽ മാത്രമായിട്ട് കൂടുതലായിട്ട് കാണുന്ന ചില ബയോമാർക്കറുകൾ ഉണ്ടാവും. അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ മാത്രമായിട്ട് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ചില മോളിക്യൂൾസ് വെച്ചിട്ട് നമ്മൾ ഈ തെറനോസ്റ്റിക് ഏജന്റിനെ കവർ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അങ്ങനെയുള്ള ചില മോളിക്യൂൾസ് വെച്ച് അവരെ ബൈൻഡ് ചെയ്യിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ സെൽസിലായിരിക്കും ആ ബയോമാർക്കർ കാണാം, അവിടെ മാത്രമായിട്ട് ഇതിനെ ക്യാരി ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ടാർഗറ്റിങ്ങിനെയാണ് നമ്മൾ ആക്റ്റീവ് ടാർഗറ്റിംഗ് എന്ന് പറയാം. ഞാൻ നേരത്തെ ലീക്കി വാസ്കുലേച്ചർ വഴി കയറുന്നത്, അതുപോലെ pH റെസ്പോൺസീവ് ആയിട്ട്, അതൊക്കെ നമ്മൾ പാസീവ് ടാർഗറ്റിംഗ് എന്നാ പറയാം. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടെ സ്പെസിഫിസിറ്റി കൂടിയ ഒരു തരം ടാർഗറ്റിംഗ് ആണ് ഈ ആക്റ്റീവ് ടാർഗറ്റിംഗ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സൈഡ് ഇഫക്ട്സ് സ്പെസിഫിക് ടൈപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഓൾറെഡി FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നാനോ മെഡിസിന്റെ കാര്യം പറഞ്ഞു. അത് ഒവേറിയൻ ക്യാൻസറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി ഞാൻ നേരത്തെ ഇപ്പോൾ ബയോമാർക്കർ ബേസ്ഡ് ടാർഗറ്റിംഗ് പറഞ്ഞല്ലോ. അപ്പൊ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസറിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോമാർക്കേഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് ഈ ഇതിന്റെ ഡെവലപ്മെന്റിൽ തന്നെ എന്ത് ടൈപ്പ് ക്യാൻസർ ആണോ നമ്മൾ എയിം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിനെ ആക്ച്വലി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ടി ആക്ട് ആക്കാനായിട്ട് നമുക്ക് പറ്റും. സൈഡ് എഫക്ട്സ് ഡെഫിനറ്റ്ലി നമ്മുടെ നോർമൽ കീമോതെറാപ്പീനെ വെച്ച് നോക്കുമ്പോൾ ഡ്രഗ് ഡെലിവറി ഡിവൈസസിനൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് സൈഡ് എഫക്ട് കുറവായിരിക്കും. കാര്യം നമ്മൾ കീമോതെറാപ്പിയിൽ ഞാൻ പറഞ്ഞു സിസ്റ്റമിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡോസേജ് ഓഫ് ഡ്രഗിന്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും ക്യാൻസർ സെൽസിൽ എത്തുക. അപ്പൊ ക്യാൻസർ സെൽസിൽ കില്ല് ചെയ്യാണ്ട് ആ ഒരു കോൺസെൻട്രേഷനിലും ഹയർ ആയിട്ടുള്ള ഒരു ഡോസ് ആയിരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക. പക്ഷെ നമ്മളിപ്പോ ഒരു ഡ്രഗ് ഡെലിവറി ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഉള്ളിൽ ക്യാൻസർ സെൽസിലേക്ക് കൃത്യമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഡോസേജ് വളരെയധികം നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പൊ അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ടോക്സിസിറ്റി ഒരു കൺസേൺ ആണ്. നമ്മൾ അത് ഡെഫിനറ്റ്ലി സ്റ്റഡീസ് ക്ലിനിക്കൽ ട്രയൽസിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഫൈനൽ ഫേറ്റ് അതിന്റെ എന്താന്നുള്ളത്. പക്ഷെ സ്റ്റിൽ നമ്മൾ അതിന്റെ ഡെവലപ്മെന്റിലും ഡിസൈനിങ്ങിലും അതിന്റെ സൈസും ഒക്കെ നോക്കിയിട്ട് സൈഡ് എഫക്ട്സ് മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. ഈ ഡ്രഗ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുക? ഓറലി അഡ്മിനിസ്ട്രേഡ് ആണോ അല്ലയോ ഇൻട്രാവെനസ് പോലെയുള്ള അത് ലോക്കൽ ഏരിയയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യണോ ചെയ്യുക? അങ്ങനെയാണ് ചില നാനോ പാർട്ടിക്കിൾസ് നാനോ ഫോർമുലേഷൻസ് ഇപ്പൊ ലങ് ക്യാൻസറിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അങ്ങനത്തെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ചില ട്യൂമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇൻട്രാവിനസ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മളത് ഡെവലപ്പ് ചെയ്യുക. പക്ഷെ അതൊരു ഫോർമുലേഷൻ, അതായത് ആ ഒരു നമ്മുടെ ഇനീഷ്യൽ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുക. മെയിൻ ആയിട്ട് ഇവരുടെ ഫംഗ്ഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എന്ന് എനിക്കറിയാം. EPR എന്ന് ഞാൻ അടുത്ത ബ്ലഡ് കാപ്പിലറീസിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യണേ. ഈ ലീക്കേജ് എന്ന് പറയുമ്പോൾ ക്യാൻസർ സെൽസിലേക്ക് കൂടുതലായിട്ട് നാനോ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻഹാൻസ്ഡ് പെർമിറ്റിവിറ്റി ആൻഡ് റിറ്റൻഷൻ എന്ന് പറയും. ക്യാൻസർ സെൽസിൽ കൂടുതലായിട്ട് പെർമിയബിൾ ആയിട്ട് ക്യാൻസർ സെൽസിലേക്ക് അപ്ടേക്ക് ആവാനും അവിടെ കൂടുതൽ സമയം റിറ്റൻഷൻ അവിടെ സ്റ്റേ ചെയ്യാനും ആയിട്ടുള്ള ഒരു ചാൻസ് ഈ ഒരു ലീക്കി വാസ്കുലേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് മെയിൻ ആയിട്ട് പാസീവ് ടാർഗറ്റിംഗിലാണ് ഈ ഒരു കാര്യം നമ്മൾ ബെനിഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ചിലതിൽ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് പറയും. ക്യാൻസർ സെൽസിന്റെ സർഫസിൽ സെൽ മെംബ്രെയിൻസിൽ ചില റിസപ്റ്ററുകൾ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ ബയോമാർക്കറുകൾ പോലെ തന്നെ. അപ്പൊ ആ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു റിസപ്റ്ററിന് ഒരു ടൈപ്പ് ഓഫ് ഷേപ്പ് ഉണ്ടാവും, അതിൽ വന്ന് ആക്ച്വലി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോളിക്യൂൾസ് നമ്മൾ അതിലേക്ക് നമ്മുടെ നാനോ മെറ്റീരിയലിലേക്ക് കൊടുക്കും. സോ അത് വന്ന് അവിടെ ബൈൻഡ് ആകും, അത് പിന്നെ എൻഗൾഫ് ആവും, സെല്ലിലേക്ക് അകത്തേക്ക് കയറും. അങ്ങനെ പാത്വേസ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടോ?
യെസ്, എന്റെ കാര്യത്തിൽ ലിഗാൻഡ് ഇല്ല. ഇപ്പൊ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് ആക്ച്വലി ഇത് നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. അതിൽ ലിഗാൻഡ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിട്ടില്ല. എന്നാലും ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസപ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലിഗാൻഡ് നമ്മൾ ആക്ച്വലി ആ ഒരു പോളിമറിലേക്ക് തന്നെ കോൺജുഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടില്ല എന്റെ കേസിൽ, നമ്മൾ ട്രയൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ പാസീവ് ടാർഗറ്റിങ്ങിനാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു നാനോ ഫോർമുലേഷൻ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിന് കേപ്പബിൾ ആയിട്ടില്ല എന്റെ സിസ്റ്റം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നെന്നാണ്. ഇല്ല, ഒന്നുകൂടെ ഉണ്ട്. ആക്ച്വലി ഓക്കെ, ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ കൊളാബറേറ്റിംഗ് ഫോർ തെറനോസ്റ്റിക്സ്. മയോ ക്ലിനിക് ഒക്കെ ആക്ച്വലി ഈ ബേസ് ചെയ്തിട്ട് തെറനോസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ മെറ്റീരിയൽ ഡെവലപ്മെന്റിലും ഒക്കെ റിസർച്ച് R&D നടത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ ബേസ്ഡ്, നമുക്ക് തന്നെ ഇപ്പൊ കുസാറ്റിൽ തന്നെ നമ്മൾ മലബാർ ക്യാൻസർ സെന്റർ ആയിട്ട് MOU സൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആക്ച്വലി ഇവിടുത്തെ ട്രയൽസ് എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും വൈകാതെ തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ആക്ച്വലി നാനോയുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അപ്പൊ അവിടെയും ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ട്രയൽ സ്റ്റാറ്റസ് ആക്ച്വലി എനിക്ക് അറിയില്ല. ആർക്കും ചോദ്യങ്ങളില്ലല്ലോ. ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാണ്, അത്രേ ഉള്ളൂ. അതൊരു ഫോർമലി പറയാന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എൻ്റെത്. ഞാൻ സയൻസ് പീപ്പിളിൻ്റെ ഭാഗമാണ്. എൻ്റെ ഒരു സതീശൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എ പ്രൗഡ് മൊമെന്റ് ഫോർ സയൻസ് പീപ്പിൾ ടുഡേ. കാരണം എന്താണോ സയൻസ് പീപ്പിൾ ഉദ്ദേശിക്കുന്നത്, കഥ പറയും പോലെ സയൻസ് പറയുക, അത് പറയാനായിട്ട് ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ അപ്കമിങ് സയന്റിസ്റ്റുകളോ അല്ലെങ്കിൽ ആസ്പയറിംഗ് സയൻസ് സ്റ്റുഡൻസ് വരിക. അപ്പോൾ ആദിത്യ, റിയലി കൺഗ്രാജുലേഷൻ ഫോർ ദാറ്റ് വിന്നിങ് സെക്കൻഡ് പ്രൈസ് ഇൻ ദാറ്റ് സയൻസ് ലാം. നമ്മൾ കേട്ടിടത്തോളം സയൻസ് ലാമിൽ കഥ പറയും പോലെ പ്രസന്റേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നതാണ് അറിവ്. എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളിനെ ഇന്ന് കൃത്യമായിട്ട് ആദിത്യയുടെ ഉത്തരങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. പറയാവുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആദ്യത്തെ ഉത്തരങ്ങൾ പറഞ്ഞത്. വേറൊരു കൺഗ്രാജുലേഷൻ പറഞ്ഞാൽ നമ്മൾ 2 നഗരങ്ങളിൽ ഇരുന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തത്. അതെ, ആദ്യത്തെ നാട്ടിൽ ഇരുന്നത് ചെയ്യുമ്പോൾ അനന്യ ഇവിടെ ഡൽഹിയിൽ ഇരുന്നിട്ട് ആസ്പയറിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട്, നമ്മളൊരു വിമൻസ് ഡേയിലൊന്നും സ്പെഷ്യലായിട്ട് കൊണ്ടുവരില്ല, നമ്മളൊരു നോർമൽ ഇവന്റിൽ പുതിയൊരു മോഡറേറ്റർ വെക്കാൻ പറ്റി എന്നുള്ളത്, that's really a good moment for science people. So I congratulate both of you, and I really thank for both of your initiative, and really appreciate each step in the homework you were doing during all the discussions also. So thank you for that. And especially കാരണം സുരേഷൻ സാർ, അദ്ദേഹത്തിന് പ്രത്യേക ചോദ്യം നന്ദി. കാരണം ഇത് മുഴുവൻ പങ്കെടുത്തു, ചോദ്യങ്ങൾ ചോദിച്ചു. അതും റിയലി നമുക്കും ഒരു ഐ ഓപ്പൺ ആണ് പലതും. പിന്നെ 34 പേര് പങ്കെടുത്തു. ഇതുവരെ കാത്തു നിന്ന എല്ലാവർക്കും നന്ദി. സയൻസ് പീപ്പിളിന്റെ കൂടുതൽ ഡയലോഗ് സെഷൻസ് വരുന്നതാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക്സ്.